പ്രശ്നങ്ങൾ ആരംഭിക്കുമ്പോൾ നാം ചെയ്യേണ്ടത് ഉപദേശമാണ്. ഉപദേശമെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ദേഷ്യപ്പെട്ടുകൊണ്ടുള്ള ഉപദേശമല്ല സഹോദരങ്ങളെ. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വൈഫ് കുറച്ച് തണുപ്പ്, ഡ്രസ്സ് മാറിയില്ല, ഇറങ്ങിയില്ല, നമ്മൾ കാറ് കയറി ഇങ്ങനെ ഇരിക്കണം കുറേ സമയമായിട്ട്. അപ്പോൾ തിരിച്ചു വന്നാൽ പിന്നെ തരും. നല്ലൊരു യാത്രക്ക്, നല്ലൊരു കല്യാണത്തിനാണ് പോണത്, എന്താ വെച്ചാൽ ആ ഒരു കാറ് കയറാൻ വൈകിയ പ്രശ്നം പിന്നെ ആ കാറിൽ പോയി കല്യാണം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഈ ഗേറ്റിൽ അടുത്ത എത്തൽ വരെ അതിനെപ്പറ്റി ചർച്ച ആലോചിക്കുന്നത്. പിന്നെ യാത്ര കൊണ്ട് വല്ല കാര്യമുണ്ട്, ആ പോക്കുകൊണ്ട് വല്ല കാര്യമുണ്ട്? ഏത് ഈ ഇറങ്ങുന്ന സമയത്തുണ്ടായ ഒരു പിണക്കത്തിൻ്റെ പ്രശ്നം ചർച്ച ചെയ്ത് തിരിച്ച് കല്യാണം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഈ ഗേറ്റിൽ ഇറങ്ങുന്നത് വരെ ആ പ്രശ്നം. സഹോദരൻ, ഇതൊക്കെ എല്ലാവരിലും ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ. അതിനെ ഞാൻ ഉപദേശം എന്ന് ഒരിക്കലും പറയില്ല. ഉപദേശം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നല്ല സ്നേഹപൂർവ്വം ഇരിക്കുമ്പോൾ, അല്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ നിനക്ക് എന്നോട് പറയാണ്ട് പറഞ്ഞു, എന്ത് പറഞ്ഞാലും അത് ഉൾക്കൊള്ളാനും തിരുത്താനും ഞാൻ റെഡി. എന്നിട്ട് പറയിപ്പിക്കുക, തിരിച്ചും പറയിപ്പിക്കുക, ഒരു പ്രശ്നമല്ല. ഒരു പ്രൊഫഷണലായി ജീവിക്കുന്ന ഒരു സുഹൃത്ത്, തൻ്റെ കുട്ടിക്ക് 7 വയസ്സായിട്ടും അവർ തമ്മിൽ മാനസിക ബന്ധമില്ല. വിവാഹത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിലായ ചില പ്രശ്നങ്ങളാണ്. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയാതെ ഞാൻ ഒന്നും പറഞ്ഞില്ല. അവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ അന്ന് അവർ പെരിന്തൽമണ്ണ താമസിച്ചിരുന്നത്. നിങ്ങളെ കാർ എടുക്കാം, അങ്ങോട്ട് പോണ സമയത്ത് അവൾക്ക് പറയാനുള്ളതൊക്കെ പറയാം, ഇങ്ങോട്ട് പോരുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറയാം. അങ്ങോട്ട് 2 മണിക്കൂർ, ഇങ്ങോട്ട് 2 മണിക്കൂർ, 4 മണിക്കൂർ കൊണ്ട് പ്രശ്നം തീർന്നു. ഞാൻ ആ വീട്ടിൽ ഇപ്പോഴും പോകാറുണ്ട്. ഏറ്റവും സ്നേഹത്തോടെ അവരിന്ന് ജീവിക്കുന്നു സഹോദരങ്ങളെ. മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാനും ഒന്ന് ഉപദേശിക്കാനും പറ്റിയാൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ ആരും അറിയാതെ, നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ മക്കൾ പോലും അറിയാതെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരു പക്ഷേ ചിലപ്പോൾ അറിവുള്ള ഒരാൾക്ക് മുമ്പിൽ നമ്മൾ ഇരിക്കുന്നത് നന്നായിരിക്കും. യുരീദ ഇസ്ലാഹൻ യുവഫിഖുല്ലാഹു ബൈനഹുമാ. നിങ്ങൾക്കിടയിൽ ഒരു രഞ്ജിപ്പുണ്ടാക്കാൻ ഒരാൾ പരിശ്രമിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് യോജിക്കാൻ അവസരമുണ്ടാക്കും. അള്ളാഹു യോജിക്കാൻ അവസരം ഉണ്ടാക്കും. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, ഒന്ന് പറയോ എന്ന് നമ്മുടെ ആത്മാർത്ഥതയുള്ള അറിവുള്ള ഒരു സുഹൃത്തിനോട് ബന്ധപ്പെട്ടാലും ഒരുപക്ഷെ വലിയൊരു ആഘാതത്തെ, വലിയൊരു വേർപിരിയലിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരുപക്ഷെ സാധിച്ചേക്കാം. സഹോദരങ്ങളെ, അതിലുപരി നാം അള്ളാഹുവിനെ ഭയപ്പെടണം. അള്ളാഹുവിനെ ഭയപ്പെടണം. പടച്ചോൻ ചോദിക്കും സഹോദരങ്ങളെ. ഞങ്ങളെ ഖുതുബ നിന്നായിരുന്നു, പടച്ചോൻ ചോദിക്കാതിരിക്കില്ല. അതായത് ഒരിക്കൽ പോലും എനിക്ക് കാണാനോ തൊടാനോ ഉപയോഗിക്കാനോ പറ്റാത്ത ഒരു പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ ഇനി മുതൽ എന്തു മഹവാമെന്ന സ്വാതന്ത്ര്യത്തോടുകൂടെ എനിക്ക് വിട്ടുകിട്ടുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലറിയും? ഞാൻ ഏറ്റെടുത്ത് സംരക്ഷിക്കുമെന്ന കരാറിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം. അതുകൊണ്ട് അവൾക്കുണ്ടാകുന്ന ഏത് പ്രതികൂലാവസ്ഥകളും നാളെ പരലോകത്ത് ഞാൻ ഉത്തരം പറയേണ്ടി വരും എന്ന് ചിന്തിക്കുക. ഫത്തഖുല്ലാഹ ഫിന്നിസാ ഫഇന്നകും അഹത്തുമൂഹുന്ന ബിഅമാനില്ലാ. സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ കല്യാണം കഴിച്ച നിങ്ങളുടെ സ്ത്രീ ഏതെങ്കിലും അർത്ഥത്തിൽ നിങ്ങളുടെ പീഡനങ്ങൾക്ക് ഇരയായാൽ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ അമാനത്തിൽ നിങ്ങൾ ഏറ്റെടുത്തിൽ നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. വിശ്വാസമുള്ള ഒരാൾക്ക് അത് സാധ്യമല്ലാത്തതാണ്. ഒരു സഹോദരി തിരിച്ചു മനസ്സിലാക്കുക, ഭർത്താവിൻ്റെ സംതൃപ്തി മതപരമായൊരു ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ്. ഭർത്താവ് തൃപ്തിപ്പെട്ടേ പറ്റൂ സഹോദരിമാരെ. അത് അള്ളാഹു വിരോധിക്കാത്ത എന്തു കാര്യവും അനുസരിച്ചുകൊണ്ടും വിനയത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കുക എന്നുള്ളത് നമസ്കാരം പോലെ, നോമ്പ് പോലെ പുണ്യകരമായൊരു കാര്യമാണ്. അതേപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നന്നാവാനുള്ള മറ്റൊരു മാർഗം, ലാ യഫ്റഖു മുഅ്മിനുൻ മുഅ്മിനത്തൻ ഇൻ കരിഹ മിൻഹാ ഖുൽഖൻ റളിയ മിൻഹാ ആഖർ. ഏതൊരാളും തൻ്റെ ഭാര്യയിൽ ഒരു ദോഷമുണ്ടെങ്കിൽ ഒരു ഗുണമുണ്ടാകും. തൻ്റെ ഭർത്താവിൽ ഒരു സ്വഭാവ ദൂഷ്യമുണ്ടെങ്കിൽ ഒരു നന്മയുണ്ടാകും. ആ നന്മയെ ഉൾക്കൊള്ളുകയും തിന്മയെ തൽക്കാലം മറക്കുകയും ചെയ്താൽ ആർക്കും ഒന്നാകാൻ പറ്റുമെന്നാണ്. 1000 ഗുണങ്ങളുള്ള ഒരാൾക്ക് സഹോദരങ്ങൾ 10 ദോഷങ്ങളുണ്ടെങ്കിൽ 1000 ഗുണങ്ങളെക്കുറിച്ച് ഓർത്ത് നല്ലൊരു ബന്ധത്തോടെ ജീവിക്കലാണ് നല്ലതെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുന്നു. പിന്നെ ക്ഷമിക്കുക. കുറച്ചൊക്കെ നമ്മൾ ക്ഷമിച്ചാൽ അതിന് പ്രതിഫലമുണ്ടാകും. നമ്മുടെ നല്ലൊരു ബന്ധത്തിന് വേണ്ടി ആ ക്ഷമ ഏറ്റവും പ്രധാനമാണ്. അവസാനിക്കും മുമ്പ് ഒരു വാക്ക് ഞാൻ പറയട്ടെ സഹോദരങ്ങളെ. നിങ്ങൾ വിശ്വസിക്കുന്നു, ഞാനും വിശ്വസിക്കുന്നു, സത്യമായും ഇന്ന് രാത്രി ഭക്ഷണം കഴിച്ചുറങ്ങിയാൽ നാളെ പ്രഭാതത്തിൽ ഉണരുന്ന പോലെ എന്നെയും നിങ്ങളെയും കെട്ടിപ്പൊതിഞ്ഞു വെച്ച മണ്ണറക്കുള്ളിൽ നിന്നും കണ്ണ് തുറന്ന് കണ്ണ് നിലയിലാക്കി ഞാനും നിങ്ങളും എഴുന്നേറ്റ് വരും. സത്യം. നിങ്ങളുടെ വീട്ടിൻ്റെ ഏതോ ഒരു മൂലയിലിരിക്കുന്ന ചെറിയൊരു വിത്ത് സഹോദരങ്ങളെ ഈ വേനൽക്കാലത്ത് അല്പം ഈർപ്പമുള്ള മണ്ണിലിട്ടാൽ ആ വിത്ത് മുളച്ചു വന്ന് ആ വിത്ത് മുമ്പ് നിന്നിരുന്ന ആ വള്ളിയെയും ചെടിയെയും പുനർജനിപ്പിക്കാൻ ആ വിത്തിന് പറ്റുമെങ്കിൽ, ആ വിത്തിൻ്റെ ഉള്ളിൽ നിന്നും മുമ്പ് മറഞ്ഞുപോയ ആ ഇലയുടെ ആകൃതി വരുമെങ്കിൽ, ആ വള്ളിയുടെ ആകൃതി വരുമെങ്കിൽ, ആ പഴം വീണ്ടും പുനർജനിക്കുമെങ്കിൽ നമ്മുടെ നട്ടെല്ലിൻ്റെ അഗ്രഭാഗത്തുള്ള ഒരു അസ്ഥിയിൽ നിന്നും ഞാനും നിങ്ങളും മരണാനന്തരം തിരിച്ചു വരും. മുഴുവൻ കാര്യങ്ങളും വിചാരണക്കെടുക്കും. അവിടെ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും 2 അവസ്ഥകളുണ്ട് സഹോദരങ്ങളെ. നമ്മൾ നല്ലൊരു ധാർമ്മിക ജീവിതം നയിച്ചാൽ നമ്മളെ ഒന്നിപ്പിക്കുമത്രേ സ്വർഗത്തിൽ. ഒരുപക്ഷേ എൻ്റെ ഭാര്യ നന്നായി ആരാധനകൾ ചെയ്യുന്നവരായിരിക്കാം, അവൾ സ്വർഗത്തിലെ ഒരു ഉയർന്ന തട്ടിലാണെങ്കിലും ആ കുടുംബത്തിൻ്റെ പേരിൽ
ഒന്നിച്ചു ജീവിച്ചാൽ ആ സ്വർഗ്ഗത്തട്ടിലേക്ക് ബാക്കിയുള്ള ദമ്പതികളെ എത്തിക്കാമെന്നൊരു വാഗ്ദത്തം ഖുർആനിലുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനിയായി മതപരമായി നാം കേൾക്കുന്ന അവൾക്ക് കേൾക്കാനും അവർ കേൾക്കുന്ന നമുക്ക് കേൾക്കാനും മതപരമായ നല്ല ചർച്ചകളും പഠനങ്ങളും പുസ്തകങ്ങളും സീഡികളും കാസറ്റുകളുമായി ഒരു നല്ല മാനസികാവസ്ഥ സൃഷ്ടിക്കുമ്പോൾ നമ്മുടെ മക്കളും ആ ഒരു മതപരമായ ജീവിതത്തിൻ്റെ നിഴലിൽ സന്തോഷകരമായി വളരും. ഒരുപക്ഷേ ജീവിതത്തിലെ ഏറ്റവും വലിയ സമാധാനം ഈ മതപരമായ കാഴ്ചപ്പാട് കൊണ്ട് മാത്രമേ കിട്ടൂ സഹോദരങ്ങളെ. മരുന്നുകൾ പരാജയപ്പെടുമ്പോഴും വിധികൾ നമുക്ക് വിപരീതമാകുമ്പോഴും നമ്മുടെ മനസ്സിലുള്ള മതബോധം കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റും. വരുന്നവരെ നമ്മുടെ വേദനകൾ അറിയിക്കാതെ ചെറുപുഞ്ചിരിയോടുകൂടെ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് സ്വീകരിക്കാൻ മരണത്തിൻ്റെ കട്ടിലിലും വിശ്വാസമുള്ളൊരു മനസ്സിന് പറ്റും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇഹലോകത്തും പരലോകത്തും നമ്മുടെ സംരക്ഷണം ഏറ്റെടുക്കുന്ന അള്ളാഹുവിനെ സൂക്ഷിക്കുക, അവനെ മാത്രം പ്രാർത്ഥിക്കുക, അവന് മാത്രം നേർച്ച വഴിപാടർപ്പിക്കുക. അവനല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല. അവനോട് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാവൂ. നമ്മുടെ കയ്യിലോ കാലിലോ അവൻ്റെ രക്ഷയല്ലാത്ത മറ്റൊരു രക്ഷാ കവചങ്ങളും ഒരു നൂലും അതേപോലെ തന്നെ സഹോദരങ്ങൾ ഒന്നും ബന്ധിച്ചുകൂടാ. അള്ളാഹു തരാത്തൊരു കാര്യം തരാൻ ആർക്കും പറ്റില്ല. അള്ളാഹു തടുത്തൊരു കാര്യം നമ്മളിലേക്ക് എത്തിക്കാൻ ആർക്കും പറ്റില്ല. അതുകൊണ്ട് അവനിൽ ഭരമേൽപ്പിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക. സഹോദരങ്ങളെ, കൂടുതൽ അറിയാൻ ശ്രമിക്കുക. എനിക്ക് വീണ്ടും നിങ്ങളോട് പറയാനുള്ളത്, ഒരു പക്ഷേ ഈ ഫോക്കസ് ഇവിടെ സംഘടിപ്പിക്കുമ്പോഴും എന്ത് പരിപാടി സംഘടിപ്പിക്കുമ്പോഴും ആരാണ് ഇതിൻ്റെ സംഘാടകർ, എന്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്? നിങ്ങളെപ്പോലെ ബുദ്ധിയുള്ളവരും വിവേകമുള്ളവരും സഹോദരങ്ങളെ, അത്തരമൊരു സംശയത്തിൻ്റെ പേരിൽ ഇന്ന് മാറി നിൽക്കാൻ പറ്റില്ല. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഇവിടെ എന്ത് സംഗതികൾ നടക്കുന്നുണ്ടെങ്കിലും അവരുടെ ലാഭം മാത്രം പ്രതീക്ഷയാണ് അവർ ചെയ്യുന്നത്. ഒരു ടെക്സ്റ്റൈൽസ് ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ അത് ആ കച്ചവടക്കാരൻ അയാളുടെ ലാഭത്തിനാണ്, അല്ലാതെ നല്ലൊരു ഷർട്ട് പീസ് അല്ലെങ്കിൽ നല്ലൊരു വസ്ത്രം നിങ്ങൾക്ക് ലഭ്യമാക്കാനല്ല അയാൾ സേവനം ചെയ്യുന്നത്. അയാൾക്ക് എന്നു ലാഭം കുറയുന്നുവോ അന്ന് അയാൾ ആ കച്ചവട സ്ഥാപനം അടച്ചുപൂട്ടും. എന്നാൽ സഹോദരങ്ങളെ, നിങ്ങൾ അറിയുക, നിങ്ങൾക്ക് വേണ്ടി മാത്രം, നമുക്കൊരു ലാഭവുമില്ല, നിങ്ങൾക്ക് വേണ്ടി മാത്രം. അതാണ് മതപ്രബോധനത്തിൻ്റെ ലക്ഷ്യം. ഇത്തബിഉ മല്ലാ യസ്അലുക്കും അജ്റ. നമുക്കൊരു ലാഭവുമില്ല. ലാഭമുണ്ടെന്ന് തെറ്റിദ്ധരിച്ചാൽ നിങ്ങൾക്ക് തെറ്റി. നമുക്ക് ലാഭം എന്തുമാത്രം? മരിച്ചതിനു ശേഷം ഒരു നന്മ പറഞ്ഞു കൊടുത്തതിൻ്റെ പ്രതിഫലം മാത്രം. ഭൗതികമായ രംഗത്ത് ഈ നാട്ടിലുള്ള മുഴുവൻ ഡോക്ടർമാരും ഫോക്കസിന് വന്ന്, മുഴുവൻ എഞ്ചിനീയർമാരും ഫോക്കസിന് വന്ന് ഒരു മഹാസദസ് ഇവിടെ സൃഷ്ടിച്ചാലും നിങ്ങളെ കൊണ്ടൊന്നും പ്രത്യേകിച്ച് നമുക്ക് താല്പര്യങ്ങളില്ല. പലപ്പോഴും ചില ആളുകൾ ചില സാമ്പത്തിക സഹായങ്ങൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ പറയും, അത് അവരെ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണോ ബന്ധപ്പെടുന്നത്, അവർക്കതിൽ ചെറിയ താല്പര്യക്കുറവുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ സഹോദരങ്ങൾ, നമ്മൾ അവരെ സമീപിക്കാറില്ല. വെറുപ്പ് കൊണ്ടല്ല. അയാൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. നമ്മൾ അയാളെ മതപരമായ ഒരു കാര്യത്തിന് ക്ഷണിച്ചത് ഒരു ചെറിയ സാമ്പത്തിക സഹായം കിട്ടാനാണെന്ന് അയാൾ സംശയിക്കുന്ന നിമിഷം പിരിവ് അയാളെ വീട്ടിലേക്ക് പിന്നെ നമ്മൾ പോകില്ല. സ്നേഹപൂർവ്വം അത് തരുമ്പോൾ സ്വീകരിക്കുന്നു, മതപരമായ കാര്യങ്ങളിൽ പങ്കാളിത്തം വഹിക്കുന്നു മാത്രം. ഈ ഫോക്കസ് കേരളമൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് സഹോദരങ്ങളെ. ഇവിടെ വിഷയത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ട് ഒരു ഫോക്കസിന് വരുമ്പോൾ അത് ഫലപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അടുത്തതിന് വരാം, അല്ലെങ്കിൽ വരണ്ടെന്ന് തീരുമാനിക്കാം. വരുന്നവർക്ക് വേണ്ടി അത് സംഘടിപ്പിക്കും. ഞാൻ അല്പം അങ്ങനെ പറയാൻ കാരണം സഹോദരങ്ങളെ, ഓരോരുത്തരും വരുമ്പോൾ ഇത് എൻ്റെ നേട്ടത്തിന്, എൻ്റെ കുടുംബത്തിൻ്റെ പുരോഗതിക്ക്, എൻ്റെ പരലോകത്തിന് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാവണം വരേണ്ടത് എന്ന് ഒരു നിർബന്ധ ബുദ്ധി ഈ കാര്യത്തിലുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്ന സഹോദരങ്ങളെ, നല്ലൊരു പ്രതികരണമാണ് നമുക്കുണ്ടായത്. നമ്മുടെ ചില സുഹൃത്തുക്കൾ, നമ്മുടെ ഇവിടെ ടൗണിലുള്ള ഹോസ്പിറ്റലിലെ ചില ഡോക്ടർമാരായിട്ടുള്ള നമ്മുടെ സഹോദരന്മാർ വളരെയധികം താല്പര്യപൂർവ്വം പ്രവർത്തിച്ചിട്ട് തന്നെയാണ് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കാൻ പറ്റിയത്. ഇൻഷാ അല്ലാഹ് 2 മാസത്തിന് ശേഷമുള്ള നമ്മുടെ അടുത്ത പരിപാടിയും വിഷയവും ഇവിടെ അനൗൺസ് ചെയ്യും. നിങ്ങളെല്ലാവരും ഇതിന് സംഘാടകരാകണം. നിങ്ങളെല്ലാവരും ഇതിന് സംഘാടകരാകണം. ഞാൻ അങ്ങനെ പറയാൻ കാരണം, നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ വിളിച്ചാലേ വരൂ, നമ്മൾ വിളിച്ചാൽ വരില്ല സഹോദരങ്ങളെ. നിങ്ങൾക്ക് വിളിക്കാൻ പറ്റും. ഒരു പക്ഷേ ഓഡിറ്റോറിയം നമുക്ക് മാറ്റാം, സൗകര്യങ്ങൾ നമുക്ക് വർദ്ധിപ്പിക്കാം. പിന്നെ ഈ പരിപാടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഞങ്ങൾ എന്ത് മതപരമായ പരിപാടികൾ നടത്തുമ്പോഴും ആളുകളെത്ത് കരക്ഷനെടുത്ത് നടത്തും. ഇത് നിങ്ങളുടെ ഫണ്ട് കൊണ്ട്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾ നൽകിയ പണത്തിൽ നിന്നാണ്, നിങ്ങളിരിക്കുന്ന ഓഡിറ്റോറിയം നിങ്ങളുടെ പണത്തിൽ നിന്നാണ്. എല്ലാം നിങ്ങൾ ചെയ്താൽ, നിങ്ങൾ അങ്ങനത്തെ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആളുകളാവുന്നത് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി വേറൊരാളെത്ത് നിന്ന് പണം പിരിവ് നടത്തേണ്ടതില്ല എന്ന് ഞങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ തീരുമാനമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മളെടുക്കുന്ന സൗകര്യവും നമുക്ക് വേണ്ടിയാണ്. നമുക്ക് വേണ്ടി നാം സംഭടിക്കുന്ന ഒരു പരിപാടി നിലയ്ക്ക് നമ്മൾ കാണണം. ഒരു നല്ല ദാമ്പത്യ ജീവിതത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം അങ്ങനെ ഒരു പ്രാർത്ഥന നമുക്ക് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വ ദുർരിയാത്തിന ഖുറത്തായ. അല്ലാഹുവേ, ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമ്മളോട് അഭ്യർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രയോജനപ്രദമായ പുസ്തകങ്ങളും സീഡികളും പുറത്തുണ്ട്. അതേപോലെ തന്നെ പെൻഡ്രൈവ് എല്ലാം നമ്മൾ 10-100 പ്രസംഗങ്ങളെ, പ്രഭാഷണങ്ങളെ ചേർത്ത കാര്യങ്ങളുണ്ട്. നല്ല ബുക്സ് നിങ്ങൾക്ക് കിട്ടും. മതപരമായ ഏതു കാര്യത്തിലും നിങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ നമ്മുടെ സലഫി മസ്ജിദ് സന്നദ്ധമാണ്. അതിൻ്റെ കീഴിലാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ദീനിയായ എന്താവശ്യങ്ങൾ ഈ നാട്ടിലുള്ള ആളുകൾ പറയുമ്പോൾ നമ്മൾ പരിഹരിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി വെക്കേഷൻ ക്ലാസ് ഉണ്ട്. 7-ാം തീയതി മുതൽ 21-ാം തീയതി വരെ നമ്മൾ വളരെ കൃത്യമായ ഒരു പുസ്തകം
പ്രിൻ്റ് ചെയ്ത് ആ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ മതപരമായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു സംരംഭമാണ്. വളരെ വർഷങ്ങളായി നമ്മൾ നടത്തി വരുന്നതാണ്. ഹൈസ്കൂൾ, +2 ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണുള്ളത്. അതിൽ നമുക്ക് വേണമെങ്കിൽ പങ്കെടുക്കാൻ അവസരമുണ്ട്. എല്ലാ വ്യാഴാഴ്ചകളിലും 1 മണിക്കൂർ സമയം ഖുർആൻ നേരിട്ട് പഠിപ്പിക്കുന്ന ലേണിംഗ് ക്ലാസ് ഉണ്ട്. നമുക്കതിൽ പങ്കെടുക്കാം. സീഡികളും കാസറ്റുകളും മാത്രം ലഭിക്കാൻ വീനസ് ലോഡ്ജ് റോഡിൽ ഒരു പ്രത്യേകമായ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. സഹോദരങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ അന്വേഷിക്കാനാണ്. നെറ്റിൽ നമ്മൾക്ക് ഈ ഇത്തരം പ്രസംഗങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ ദഅവ വോയിസ് എന്ന് പറയുന്ന ഒരു സൈറ്റുണ്ട്. ദഅവ വോയിസിൽ നിന്ന് നിങ്ങൾക്ക് പ്രസംഗങ്ങൾ നിങ്ങളുടെ മൊബൈലിലും നെറ്റിലും ഡൗൺലോഡ് ചെയ്ത് കേൾക്കാം. 100 പ്രസംഗങ്ങൾ ഒരേ സമയത്തിലുണ്ടാവും. പ്രസംഗകന്മാരെ നോക്കിയിട്ടും വിഷയം നോക്കിയിട്ടും സെലക്ട് ചെയ്ത് കേൾക്കാൻ പറ്റും. ധാരാളക്കണക്കിന് ആളുകൾ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ തിരക്കിനിടയിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയ എല്ലാ സംരംഭങ്ങളെയും ഉപയോഗപ്പെടുത്തണം. സഹോദരങ്ങളെ, ഇത്തരം ഒരു നന്മയ്ക്ക് വേണ്ടി വന്നത് നമ്മുടെ കുടുംബജീവിതത്തിൽ സമാധാനകരവും സന്തോഷമായ അവസ്ഥ ഉണ്ടാക്കാനും നാളെ പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ സംരംഭങ്ങളെ അള്ളാഹു വിജയിപ്പിക്കുവാനാവട്ടെ. ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് അവനെ കണ്ടുമുട്ടുന്ന അവൻ്റെ സദവൃത്തരായ അടിമകൾ ഉൾപ്പെടാനും നാഥ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ, ഞങ്ങളുടെ ദാമ്പത്യത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ സന്താനങ്ങളിലും എല്ലാം ഞങ്ങൾക്ക് സന്തോഷവും കൺകുളിർമയും പ്രദാനം ചെയ്യണമേ നാഥ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ കൊണ്ട് ഉദ്ദേശിച്ചത് ചിലപ്പോൾ ഞാൻ പറഞ്ഞതിൽ ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ധരിച്ചു പോയേക്കാം. ചിലപ്പോൾ ഇവിടെ തന്നെ തിരുത്തേണ്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് ഇതും സംബന്ധമായ ചോദ്യങ്ങൾ മാത്രം ചോദിക്കാൻ, ഞാൻ സംസാരിച്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രം ചോദിക്കാൻ ശ്രദ്ധിക്കാം. ആർക്കെങ്കിലും നേരിട്ട് ചോദിക്കാൻ പ്രശ്നമുണ്ടെങ്കിൽ പേപ്പറിൻ്റെ അവിടെ എഴുതി ചോദിക്കാവുന്നതാണ്. കുറഞ്ഞ ചോദ്യങ്ങൾക്ക് അവസരമുള്ളൂ. അവസരം ഒരാൾ ചോദിക്കുമ്പോൾ അതെല്ലാവർക്കും ഉപയോഗപ്പെട്ടേക്കാം. ഞാൻ പ്രതീക്ഷിച്ച ചോദ്യമാണ്. പിന്നെ സ്ത്രീകൾ സ്വത്ത് സമ്പാദിക്കുന്നത് വേറിട്ട് സൂക്ഷിക്കേണ്ടതുണ്ടോ, കുടുംബത്തിൻ്റെ മൊത്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചുകൂടെ എന്നുള്ളതാണ്. ഇത് മനസ്സിലാവും. പിന്നെ ഒരു സ്വത്തിൻ്റെ അവകാശി ആരാണോ ആ സ്വത്ത് എന്ത് ചെയ്യണമെന്ന് അയാൾക്ക് തീരുമാനിക്കാം. അതൊരു നിർബന്ധത്തിൻ്റെ പേരിലോ ഒരു പ്രലോഭനത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരു പ്രകോപനത്തിൻ്റെ പേരിലോ ഒന്നും ആവരുത്. ഇഷ്ടപ്രകാരമാവണം എന്നാണ്. പക്ഷെ എപ്പോഴും നല്ലത് എന്താണെന്ന് വിചാരിച്ചാൽ അത് പിന്നെ ഈ സ്വത്തിൻ്റെ കാര്യത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിൽ സക്കാത്ത് കൊടുക്കേണ്ടാത്തവരായിട്ട് ആരുമില്ല. ഇപ്പോൾ ഒരാൾ നിസ്കരിക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഒരു നിർബന്ധ കാര്യം നിർവഹിക്കാത്ത ഒരാളാണ് പരിഗണിക്കുക. അപ്പം അതുകൊണ്ട് ഈ ശമ്പളവും കാര്യങ്ങളും സ്വത്തൊക്കെ വേറിട്ട് കണക്കാക്കാൻ ഏറ്റവും നല്ലത് എല്ലാവരുടെയും വരുമാനങ്ങൾ വേറെ നമ്മൾ മനസ്സിലാക്കലും വിലയിരുത്തലുമായിരിക്കും. പിന്നെ നമ്മുടെ മൊത്തം ചെലവുകളിലേക്ക് രണ്ടാളുടെയും ശമ്പളം ഒന്നിച്ച് ഉപയോഗിക്കാമെന്ന് 2 പേരും ഒന്നിച്ച് തീരുമാനിച്ചാൽ ആ തീരുമാനത്തിൽ ഒരു തകരാറുമില്ല. അത് അവരുടെ തീരുമാനമാണ്, ഒരു പ്രശ്നമല്ല. പക്ഷെ ഒരു കാഴ്ചപ്പാട് പ്രധാനമാണ്. പലപ്പോഴും ജോലിയുള്ള ഒരാളായിരിക്കണം എൻ്റെ ഭാര്യ എന്ന് ഞാൻ വിചാരിക്കുന്നത് വീടിൻ്റെ സൗകര്യത്തിനല്ലല്ലോ. ഒരു ജോലിയുള്ളവളാകണം എൻ്റെ ഭാര്യ എന്ന് ഞാൻ വിചാരിക്കുന്നത് എന്തിനാണ്? എൻ്റെ സാമ്പത്തികമായ എൻ്റെ കുടുംബ ജീവിതത്തിൽ ഒരു ഹെൽപ്പ് എന്നുള്ള നിലക്കാണ് കാണുന്നത്. അപ്പം ആ ഹെൽപ്പ് ഞാൻ പ്രതീക്ഷിക്കും. അപ്പോൾ സ്വാഭാവികമായും പണം വേണ്ട രൂപത്തിൽ എനിക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് പ്രശ്നമായിരിക്കും. അപ്പം അതുകൊണ്ട് അവിടെ കാണേണ്ടത് എൻ്റെ ഭാര്യയ്ക്ക് എത്ര വരുമാനമുണ്ടെങ്കിലും അവളുടെ സ്വത്ത് അവളുടേതാണ്. അത് അവൾ എനിക്ക് തന്നാൽ എനിക്ക് ഉപയോഗിക്കാം. കടം തന്നാൽ തിരിച്ചു കൊടുക്കണം. സമ്മാനമായി തന്നാൽ തിരിച്ചും സമ്മാനം കൊടുക്കുക. അതല്ല സ്വതക്കയായി തന്നാൽ അതങ്ങനെ സ്വീകരിക്കാം, സ്വതക്ക വാങ്ങാൻ അർഹത ഉണ്ടെങ്കിൽ. അത്രേ ഉള്ളൂ. വേറിട്ട് കണക്കാക്കുന്ന സക്കാത്തിൻ്റെ സൗകര്യങ്ങൾക്ക് നന്നായിരിക്കും. ഇനി ഒരാൾ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മുടെ രണ്ടാളുടെയും വരുമാനം ഒന്നിച്ചുപയോഗിക്കാമെന്ന് തീരുമാനിച്ചാൽ അതിൽ യാതൊരു തെറ്റും ഇല്ല. കുട്ടികളെ ശിക്ഷിക്കണതിനെ പറ്റിയാണ്. നിസ്കരിച്ചിട്ടില്ലെങ്കിൽ 10 വയസ്സായാലേ അടിക്കാൻ പാടുള്ളൂ എന്ന് കുട്ടികൾക്ക് തന്നെ അറിയാം. അതുകൊണ്ട് 10 വയസ്സിന് മുമ്പ് കുട്ടികളെ തല്ലാൻ പറ്റൂല. കുട്ടികൾ ഇങ്ങോട്ട് പറയും അടിക്കാൻ പാടില്ല. അപ്പൊ ഈ നിസ്കരിക്കണ കാര്യത്തിൽ മാത്രമാണോ അത്? ബാക്കി ഇപ്പൊ എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ചെയ്യുന്ന കണ്ടാൽ ശിക്ഷിക്കുന്നതിൽ ഈ 10 വയസ്സിന് മാനദണ്ഡം ഇസ്ലാമികമായിട്ടുണ്ടോ? നമ്മളെ അടുത്ത ഫോക്കസിന്റെ സബ്ജക്റ്റാണ് ഇത്. അത് ഒരു വിശാലമായ ഒരു വിഷയമാണ്. ഏതായിരുന്നാലും എന്താണെന്ന് വിചാരിച്ചാൽ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്. കുട്ടികളെ അടിക്കുക എന്നത് എന്തായിരുന്നാലും ശരിക്കൊരു സ്നേഹവും കാരുണ്യത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അടിക്കുക എന്നുള്ളത് സാധിക്കാത്തൊരു സംഗതിയാണ്. അപ്പോൾ ഈ കുട്ടികളെ അടിക്കുന്നവരിത് അടിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ കുട്ടികൾ നന്നാവുക എന്നുള്ളതിലുപരി അതിലേറ്റവും പ്രധാനമായിട്ട് കാരണം നമ്മുടെ മനസ്സിൻ്റെ ഒരു ദേഷ്യമാണ്. വളരെ തിരക്കുള്ള ആൾക്കാരാകുമ്പോൾ എന്ത് ചെയ്യും? പ്രതികരിക്കാൻ കഴിയാത്ത കുട്ടികളിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു പ്രതികരണമായിട്ടാണ് അടിയെ കാണുന്നത്. അതല്ലാതെ ഇത്ര സ്നേഹത്തോടെ വളർത്തുന്ന മാതാപിതാക്കൾ വളരെ ആലോചിച്ച് ശിക്ഷിക്കേണ്ട ഒരു സന്ദർഭം എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ അടി അടിക്കുന്നത് എന്ന് ഉൾക്കൊള്ളാൻ നമുക്ക് വളരെ പ്രയാസമുണ്ട്.
അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ അടിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. എപ്പോൾ 10 വയസ്സായിട്ട് നമസ്കരിക്കുന്നില്ലെങ്കിൽ എന്നാണ്. അപ്പോൾ സ്വാഭാവികമായും 10 വയസ്സ് വരെ 7 വയസ്സ് മുതൽ ഉപദേശിച്ച് ഒരു നല്ല സ്വഭാവത്തിൽ കുട്ടിയെ കൊണ്ടുവന്നാൽ 10ാമത്തെ വയസ്സിൽ അടിക്കേണ്ട സാഹചര്യം പൊതുവെ ഉണ്ടാവാറില്ല. ഇനി അങ്ങനെ വരികയാണെങ്കിൽ തന്നെ അത് തൽക്കാലം ഒരു ശിക്ഷയെക്കുറിച്ചുള്ള ഭയമുണ്ടാക്കാൻ അപൂർവമായി ചെയ്യേണ്ട ഒരു കാര്യമായിട്ടേ പഠിപ്പിക്കപ്പെടുന്നുള്ളൂ. പിന്നെ എന്തായിരുന്നാലും ഒരു കാര്യം അതിന് കിട്ടുന്നുണ്ട്, 10 വയസ്സിൻ്റെ മുമ്പ് നിസ്കാരത്തിന് പോലും അടിച്ചുകൂടാന്നാണ്. അപ്പോൾ 10 വയസ്സിന് മുമ്പിൽ അടിക്കുന്നതിൻ്റെ വിധിയാണ് നമ്മളതിൽ കാര്യമായി പഠിക്കേണ്ടത്. കാരണം നിസ്കരിക്കാത്ത കുട്ടിയെപ്പോലും 10ാമത്തെ വയസ്സിലേ തല്ലാൻ അനുവദിക്കുന്നുള്ളൂ എങ്കിൽ ഒരു കാര്യത്തിനും 10 വയസ്സിന് മുമ്പ് അടിച്ചുകൂടാന്നാണ് മനസ്സിലാവുന്നത്. അതാണ് അതിന് ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ പറയാം, ഈ അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആ അടിയുടെ സംഗതി മാത്രമല്ല, നമ്മൾ അത്രയും സ്നേഹിക്കുന്ന കുട്ടികൾ നമ്മളിന്ന് അങ്ങനത്തെ ഒരു പ്രതികരണം കാണുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് ആ കരച്ചിൽ നമുക്ക് മനസ്സിലാവും. എപ്പോഴും അടിക്കണോണ്ടാണ് അടിക്കുന്നവർക്കും കൊള്ളുന്നവർക്കും പ്രയാസമില്ലാതാവുന്നത്. ഏതായിരുന്നാലും കുട്ടികളെ വളർത്തുന്നതിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ക്ലാസ് അതിനെക്കുറിച്ചാണ്. ആർക്കാണ് വീട്ടിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം എന്നാണ് ചെറിയൊരു പ്രശ്നമുള്ള ചോദ്യമാണ്, പ്രശ്നം ഉണ്ടാക്കാനുള്ള ചോദ്യമാണ്. ആർക്കാണ് വീട്ടിൽ തീരുമാനമെടുക്കാനുള്ള എല്ലാവർക്കും അവകാശമുണ്ട് വീട്ടിൽ തീരുമാനമെടുക്കാൻ. ഞാൻ പറഞ്ഞത് എന്ത് തീരുമാനം ഭർത്താവ് പറയാ ഭാര്യ അനുസരിക്കുക എന്നുള്ളതല്ല. അൽ മർഅത്തു റാഇയത്തുൻ ഫീ ബൈത്തി സൗജിക എന്നാണ്. അത് പുരുഷനെ പറ്റി പറഞ്ഞിട്ടില്ല. അൽ മർഅത്തു റാഇയത്തുൻ ഫീ ബൈത്തി സൗജിക, ഭർത്താവിന്റെ വീട്ടിൽ ഭാര്യയാണ് അവിടുത്തെ ഭരണാധികാരി. ഭാര്യയാണ് അവിടുത്തെ ഭരണാധികാരി. എൻ്റെ വീട്ടിലത്തെ എന്ത് കാര്യവും എന്നോട് ചോദിച്ചാൽ അറിയില്ല. എൻ്റെ വീട്ടിലത്തെ എന്തു കാര്യത്തിലും എൻ്റെ ഭാര്യയോട് ചോദിച്ചാൽ കൃത്യം ഉത്തരമുണ്ടാവും. ഇവിടുത്തെ ടാങ്ക് എവിടെയാണ്, ഏത് പൈപ്പാണ് തരാറുള്ളത്, എപ്പോഴാണ് ഇവിടെ പത്രം വരല്, എപ്പോഴാണ് പാല് കിട്ടല്, എന്ത് കാര്യം ചോദിച്ചാലും ഒരു പക്ഷേ അത് വീട്ടിലത്തെ എന്ത് കാര്യം, കുട്ടികളുടെ കാര്യവും എന്ത് ചോദിച്ചാലും അത് ഏറ്റവും നന്നായി അറിയുന്നതും വീട്ടിലെ എന്ത് കാര്യവും നമുക്ക് ചർച്ച ചെയ്യാനുള്ളതും ആരോടാണ്? ഭാര്യയോടാണ്. അൽ മർഅത്തു റാഇയത്തുൻ ഫീ ബൈത്തി സൗജിക, ഭർത്താവിൻ്റെ വീട്ടിലെ ഭരണാധികാരി ഭാര്യയാകുന്നു എന്നാണ്. അപ്പോൾ ഭാര്യയാണ് എല്ലാം. പക്ഷെ സ്വാഭാവികമായും ഞാൻ പറഞ്ഞത് ആ അർത്ഥത്തിലല്ല. ഞാൻ പറഞ്ഞത് എന്തുള്ളൂ വെച്ചാൽ എല്ലാറ്റിലും ഒരു നായകൻ വേണം. അത് ഉറപ്പല്ലേ? എവിടെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് ഹെഡ് ഉണ്ടല്ലോ, എവിടെ ഒരാളുണ്ട്, ആ ആളില്ലെങ്കിൽ പ്രശ്നം തീരുമാനമാവില്ലൊന്നും. ആ തീരുമാനമാക്കാൻ ഒരാൾ വേണം. അതായത് കാര്യങ്ങളിൽ പക്വതയോടുകൂടെയും തീരുമാനത്തോടുകൂടെയും കാര്യങ്ങളിൽ ഒരു തീരുമാനം പറയാൻ ഒരു നായകൻ. അപ്പൊ ചെറിയ തർക്കം വരുമ്പോൾ ഏതായാലും ഭർത്താവല്ലേ, വീട്ടിലെ കാരണവരല്ലേ എന്ന നിലക്ക് എന്ത് ചെയ്യണം? ചിലപ്പോൾ അംഗീകരിച്ച് കൊടുക്കേണ്ടി വരും. എന്തിന്? പ്രശ്നം അവസാനിക്കാൻ. അംഗീകരിച്ചില്ലെങ്കിലോ പ്രശ്നം കാലാകാലം തുടരും. അപ്പോൾ ചിലപ്പോൾ അന്തിമമായ ഒരു തീരുമാനത്തിൽ കാര്യങ്ങൾ അവസാനിക്കാനും കാര്യങ്ങളിൽ അല്പം ഗൗരവത്തോടെ തീരുമാനങ്ങൾ എടുക്കാനും ഇടപെടേണ്ട അപൂർവ സന്ദർഭങ്ങൾ ഇടപെടേണ്ട ഒരു നേതൃത്വം, ഒരു ലീഡർ എന്ന നിലക്കാണ് ഭർത്താവിനെ പരിഗണിക്കപ്പെടുന്നത്. എന്നാൽ വീട്ടിൻ്റെ എല്ലാ അധികാരങ്ങളും ചുമതലകളും ഭരണകർത്തൃത്വവും ആർക്കാണ് അവകാശപ്പെട്ടത്? ഭാര്യക്കാണ് അവകാശപ്പെട്ടത് എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്. ഭാര്യനെ ജോലിക്ക് വിടുന്ന കാര്യത്തിൽ ഭർത്താവിന് തീരുമാനം എടുക്കാൻ പറ്റുമോ? അതൊരു നല്ല ചോദ്യമാണ്. പിന്നെ 40 ലക്ഷം രൂപ സ്വാശ്രയ മെഡിക്കൽ കോളേജിൽ കൊടുത്ത് അത് കഴിഞ്ഞ് അതിനേക്കാളും വലിയ സംഖ്യ PGക്ക് കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ആ PGയിലുള്ള ഒരു സ്ത്രീ തന്നെ എനിക്ക് ഭാര്യയായി കിട്ടണമെന്ന് തീരുമാനിച്ച് അവളെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ട് നീ ഇനി ജോലിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രശ്നം അതിലുണ്ട്. അവിടെയാണ് ഞാനതിൻ്റെ അടിസ്ഥാന കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുള്ളൂ. അവിടെ ചെറിയ പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കല്യാണം കഴിക്കുന്ന ഒരു സ്ത്രീ അവളെ ജോലിക്ക് വിടാൻ എനിക്ക് ആഗ്രഹവും താല്പര്യവുമില്ലെങ്കിൽ അത് കല്യാണത്തിന് മുമ്പ് തന്നെ പറയുന്നതായിരിക്കും നന്നായിരിക്കുക. ഞാൻ ജോലിക്ക് അയക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് ഒരു ജോലി ചെയ്താലേ പറ്റൂ എന്ന് നിർബന്ധമുണ്ടെങ്കിൽ നമ്മൾ ഒന്നിച്ച് പോവാതിരിക്കലാണ് നല്ലത് എന്ന് പറയുന്നത്. നേരെ മറിച്ച് എല്ലാം കഴിഞ്ഞ് നമുക്ക് കുട്ടികളൊക്കെ ആകുമ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചില പ്രശ്നം, നമ്മുടെ ജോലിയിട്ടൊക്കെ പ്രശ്നം വരുന്ന സമയത്ത് എന്താണ്, നീ ജോലിക്ക് പോകണ്ട എന്ന് പറയുമ്പോൾ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാവും. എന്നാൽ പറയാം എങ്ങനെ? അവൾ തന്നെ ഉൾക്കൊള്ളണം. എന്ത്? ഞാൻ ജോലിക്ക് പോയിട്ടുള്ള നിങ്ങൾക്ക് നല്ല വരുമാനം ഉണ്ടല്ലോ, അതുകൊണ്ട് സ്വാഭാവികമായും ഞാൻ ഇപ്പോൾ ഈ കുട്ടികളെ കെട്ട് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സമ്മതിക്കാവുന്ന കാര്യമുള്ളൂ. അത് പരസ്പരം പൊരുത്തപ്പെട്ടും സന്തോഷപ്പെട്ടും ആയിരിക്കണം. അല്ലാതെ ജോലി സാധ്യതയുള്ള ഒരാളെ, എല്ലാവർക്കും ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളെ വലിയ ഡിഗ്രികളൊക്കെ പഠിച്ച് വളരെ പ്രയാസപ്പെട്ട് 8-10 കൊല്ലം പഠിച്ചിട്ട് പിന്നെ വന്നിട്ട് നമ്മൾ ഭർത്താവ് എന്നുള്ള നമ്മുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പറയൽ നടക്കും. നമ്മുടെ കുടുംബ ബന്ധവും സ്നേഹബന്ധവും കുടുംബവും മുന്നോട്ട് പോകാൻ ചിലപ്പോൾ അത് ചെറിയ പ്രയാസം സൃഷ്ടിച്ചേക്കാമെന്നാണ്. പക്ഷെ കാഴ്ചപ്പാട് പ്രധാനമായിട്ടും ഞാനിവിടെ ഇവിടെ തന്നെയുള്ള ഒരു മുസ്ലിം അല്ലാത്തൊരു അമുസ്ലിം സഹോദരി, ഒരു ലേഡി ഡോക്ടർ,
അപ്പോൾ അവരെ കൺസൾട്ടിങ് കഴിഞ്ഞിട്ട് ഞാൻ അവരോട് ചോദിച്ചു, ഇനി അടുത്ത പ്രാവശ്യം കാണാൻ എവിടെ വന്നാലാ പറ്റുക എന്നുള്ളതാണ്. ഒരു മെഡിക്കൽ ഷോപ്പിൻ്റെ ഇതിൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അവരെന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാനിത് ഉണ്ടായിക്കോണമെന്നില്ല, സ്വാഭാവികമായിട്ട് എനിക്കിതിനൊന്നും താല്പര്യമില്ല എന്നാണ്. എന്ന് വെച്ചാൽ എനിക്കൊരു വയസ്സായൊരു കുട്ടിയുണ്ട്, കുട്ടിക്ക് അമ്മയായി ഞാനല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് തൊലി നോക്കാൻ ഡോക്ടർമാർ എത്ര ഇവിടെ ഉണ്ട് എന്നാണ് എന്നോട് ചോദിച്ചത്. ഒരു നല്ല ഒരു ആശയമാണെങ്കിലും സ്വാഭാവികമായും അതുപോലെ ഇസ്ലാമിൻ്റെ പേരിലൊന്നല്ല, എൻ്റെ കുട്ടിക്ക് അമ്മയായി ഞാനേ ഉള്ളൂ, എന്നാൽ നിങ്ങൾക്ക് തൊലി കാണിക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഒക്കെ ഇഷ്ടംപോലെ ഡോക്ടർമാർ ഇവിടെ ഉണ്ടല്ലോ എന്ന് ഒരു ഡോക്ടറായ ഒരു അമ്മയുടെ മനസ്സ്, ആ മനസ്സിനോട് നമ്മൾ അത്ര വിയോജിക്കേണ്ടതില്ല. ജോലി നമ്മളുടെ ഒരു വരുമാനമാണ്, അതോ ഒരു സോഷ്യൽ സ്റ്റാറ്റസ്, സമൂഹത്തിലുള്ള ഒരു നിലവാരമാണോ, എന്താണോ എന്ന് നമുക്കറിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബ ജീവിതത്തിൽ ഉള്ള ആളുകൾ തീരുമാനമെടുക്കുമ്പോൾ കൂടി ആലോചിച്ച് തീരുമാനമെടുക്കേണ്ടതാണ്. അല്ലാത്ത രൂപത്തിലെ തീരുമാനം പലപ്പോഴും പ്രയാസം സൃഷ്ടിക്കും. പിന്നെ ഭർത്താവിൻ്റെ രഹസ്യങ്ങൾ ഭാര്യയോട് പറയരുത് എന്ന് പറഞ്ഞു. എന്നാൽ ഭാര്യയ്ക്ക് ഇത് പിന്നീട് മനസ്സിലാക്കിയാലോ അതവർ തമ്മിലുള്ള വിശ്വാസ്യതയെ ബാധിക്കുകയില്ലേ എന്നാ ചോദിക്കണം. ഇത് രഹസ്യങ്ങൾ പറയാൻ പറ്റുകയില്ല എന്നുള്ളത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മാത്രമല്ല, പൊതുവേ ഉള്ള നിയമം ഒരു തത്വമാണ്. ആ തത്വത്തിൻ്റെ ആഴം എത്രമാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അന്യ പുരുഷന്മാർക്കിടയിൽ സ്ത്രീകൾ സൗന്ദര്യം പ്രകടിപ്പിക്കാൻ പറ്റൂല എന്ന് പറയുമ്പോൾ ഔ നിസാഇഹിന്ന എന്ന് ഖുർആനിലുണ്ട്, മുസ്ലിം സ്ത്രീകൾക്ക് മുന്നിലുമല്ലാതെ. അപ്പോൾ ആ മുസ്ലിം സ്ത്രീയെയും അന്യ പുരുഷനെയും ഒരേപോലെയാണോ കാണുന്നത് എന്ന് പറഞ്ഞ് ചോദ്യം ചോദിക്കാറുണ്ട്. അതിന് പണ്ഡിതന്മാർ പറഞ്ഞ മറുപടി എന്താ വെച്ചാൽ, ഒരു മുസ്ലിം സ്ത്രീക്ക് അറിയാം എന്ത്, തൻ്റെ കൂടെയുള്ള ഒരു സഹോദരിയെ ഞാൻ എങ്ങനെ ദർശിച്ചാലും അവളുടെ സൗന്ദര്യമോ ശരീരാകാരങ്ങളോ എൻ്റെ ഭർത്താവിനോട് പറയാൻ പാടില്ലെന്ന് അവൾക്കറിയാം, പറയാൻ പാടില്ല. ഒരു അന്യ സ്ത്രീയെക്കുറിച്ച് ഒരിക്കലും ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിന് വർണ്ണിച്ചു കൊടുക്കാൻ പാടില്ല, അവളുടെ സൗന്ദര്യത്തെക്കുറിച്ചോ ആകാരത്തെക്കുറിച്ചോ. പക്ഷെ ഒരു അമുസ്ലിം സ്ത്രീക്ക് അങ്ങനെ ഒരു ബോധമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവൾ എന്ത് ചെയ്യും, ഒരു സൗന്ദര്യം കണ്ടാൽ അത് അവളുടെ ഭർത്താവിനോട് പറയാം. അതുകൊണ്ട് അത്തരം ഒരു സാഹചര്യം ഒഴിവാക്കണം എന്നാണ് അതിനെ വിശദീകരിച്ച ആൾക്കാർ പറയാറുള്ളത്. അപ്പം രഹസ്യങ്ങൾ എപ്പോഴും സൂക്ഷിക്കുക എന്നുള്ളത് ഏതു സന്ദർഭങ്ങളിലും എന്താണ്, രഹസ്യം സൂക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഭർത്താവ് ഭാര്യനായാലും ഭാര്യ ഭർത്താവിനായാലും പറയാൻ പാടില്ല, പിന്നീട് അറിഞ്ഞാലോ എന്നാണ്. ഈ അറിയുന്നതല്ല പ്രശ്നം തരും. നമ്മുടെ ജീവിതത്തിൻ്റെ സദാചാരത്തെക്കുറിച്ച് ആർക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അത് ഭർത്താവിൻ്റെ സദാചാര ജീവിതം ഭാര്യയ്ക്കും ഭാര്യൻ്റെത് ഭർത്താവിനെ മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ സഹോദരങ്ങളെ, തൽക്കാലം ഒരു കൃത്രിമമായ മറകളെ കൊണ്ടൊന്നും നമ്മുടെ രഹസ്യങ്ങളെ പ്രതിരോധിച്ച് നിർത്താൻ നമുക്ക് പറ്റൂല. അപ്പോൾ നമ്മളിപ്പോൾ സത്യസന്ധമായിട്ടാണ് ജീവിക്കുന്നത് എന്ന് എൻ്റെ ഭാര്യയ്ക്ക് ബോധ്യമുണ്ടെങ്കിൽ മുൻകാലഘട്ടത്തിലെ എൻ്റെ ഒരു തിന്മയെക്കുറിച്ച് കേട്ടാലും അവൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അത് അന്നത്തെ കാലത്ത് സംഭവിച്ചു പോയി, ഇന്ന് അയാളെ എനിക്കറിയാം, അത് വളരെ കൃത്യതയോടുകൂടെ പാലിക്കുന്ന ഒരു വിശ്വസ്തനാണ് അയാൾ എന്ന് എൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ആര് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ എന്നെക്കുറിച്ചുള്ള എന്ത് റിപ്പോർട്ടുകൾ പുറത്തു വന്നാലും അത് അവൾ മാത്രം വിശ്വസിക്കില്ല, വേറെ ആരും വിശ്വസിച്ചാലും. അത് നമ്മുടെ ജീവിത ബന്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സ്വകാര്യതകളെ വല്ലാതെ സൂക്ഷിക്കണമെന്ന് പറയാനുള്ള കാരണം നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഒരു ഭദ്രതയ്ക്ക് വേണ്ടി അതുകൂടിയും അതിൽ ഉൾക്കൊള്ളുന്നൊരു കാര്യമാണ്. നമ്മൾ തൽക്കാലം മറച്ചു വെച്ചാലും അതെന്തെങ്കിലും പുറത്തേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. അപ്പോൾ പിന്നെ വീട്ടിലെന്തെങ്കിലുമൊക്കെ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഭാഗം തന്നെയാണത്. നമ്മളെന്ന് വെച്ചാൽ നമ്മൾ എന്ത് കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും നമ്മൾ ആരാണ് അന്തിമമായൊരു തീരുമാനം പറയേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ബോധ്യമല്ലാത്തൊരു തീരുമാനം ഏതെങ്കിലും ഒരാൾ അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് എന്തായാലും ഒരു കുടുംബജീവിതത്തിൽ പ്രായോഗികമല്ല. ഞാൻ കുടുംബനാഥനാണെന്ന് വിചാരിക്കുക, അവസാനം ഒരു തീരുമാനം ഞാൻ പ്രഖ്യാപിച്ചു, അതെവിടെ നടക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞാൽ അതെനിക്ക് പ്രഖ്യാപിക്കാമെന്നല്ല, അതവിടെ നടന്നോളുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും എന്ത് തീരുമാനങ്ങളും ഒരു കൂടിയാലോചനകളുടെ എടുത്ത് അത് എൻ്റെയും എൻ്റെ ഭാര്യയുടെയും തീരുമാനമാക്കി മാറ്റിയാലേ അവിടെ നടക്കുള്ളൂ. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായും ഒരു തീരുമാനം പറയുമ്പോൾ ആ തീരുമാനം രണ്ടുപേരും അംഗീകരിച്ചും ബോധ്യപ്പെട്ടും മുന്നോട്ട് പോകലായിരിക്കും അതുകൊണ്ട് ഗുണകരമായി തീരുക. അതല്ല തീരുമാനമെടുക്കേണ്ട അധികാരി ഭാര്യയാണോ ഭർത്താവാണോ എന്ന് ചോദിച്ചാൽ അത് ഭാര്യയാണെന്ന് വന്നാൽ ഭാര്യ പറഞ്ഞത് കേൾക്കാൻ ഭർത്താവ് ബാധ്യസ്ഥൻ, ഭർത്താവാണെങ്കിൽ ഭർത്താവ് പറഞ്ഞ് കേൾക്കാൻ ഭാര്യ ബാധ്യസ്ഥൻ എന്നല്ല, അത് ബോധ്യപ്പെടുത്തി കുടുംബനാഥൻ നിലയ്ക്ക് ഞാനത് അംഗീകരിക്കുന്ന നിലക്ക് മുന്നോട്ട് പോകുമ്പോഴേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഏകദേശം എല്ലാ ഭാഗത്തും ചോദ്യങ്ങൾ വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും എല്ലാവരുടെ പ്രശ്നം, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവനവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാത്രം കഴിവും അതേപോലെ തന്നെ അറിവും പക്വതയും ഉള്ളവരാണ് ഓരോരുത്തരും. പക്ഷെ നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ പ്രശ്നം വളരെ സമർത്ഥമായി പരിഹരിക്കുന്നു, നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ പരാജയം. നമ്മുടെ സുഹൃത്ത് വന്നൊരു ഫാമിലി പ്രശ്നം പറഞ്ഞാൽ നമ്മൾ വളരെ സുന്ദരമായി പരിഹരിച്ചു കൊടുക്കും, നമ്മുടെ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റാതെ വരുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ പരിഹരിക്കണമെങ്കിൽ
ഞാൻ പരിഹരിക്കേണ്ടത് എൻ്റെ ഭാര്യയുടെ പ്രശ്നം, ഭാര്യ പരിഹരിക്കേണ്ട എൻ്റെ പ്രശ്നം. ഞങ്ങൾ തമ്മിലും മനസ്സ് തുറന്ന് സംസാരിക്കാനും ഹൃദയമറിഞ്ഞ് പെരുമാറാനും കഴിയുന്നൊരവസ്ഥയിൽ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നാം ഒരു തിരിച്ചറിവോടുകൂടെ പരസ്പരം ഉള്ളു തുറന്ന് സംസാരിച്ച് നമ്മുടെ പ്രശ്നങ്ങളെ നല്ലൊരു അന്തരീക്ഷത്തിൽ ചർച്ചയ്ക്കെടുക്കുമ്പോൾ എല്ലാം പരിഹരിക്കാൻ നമുക്ക് പറ്റും. നമ്മുടെ പ്രശ്നം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ തന്നെ മനസ്സിലാകുന്നതിന് പരിമിതിയുണ്ട്. നമ്മുടെ പ്രശ്നം നമുക്ക് മനസ്സിലാകുന്ന പോലെ ആർക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് സ്വാഭാവികമായും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമ്മൾ ശ്രമിക്കുക. മതപരമായ കാര്യങ്ങളുടെ അറിവ് നേടി അതൊരു നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ ഇങ്ങനത്തെ ഒരു പ്രയാസകരമായ ഒരു അവസ്ഥ നമ്മുടെ ഇതിലുണ്ടെങ്കിലും എല്ലാ ആളുകളും ഇതിൻ്റെ തുടക്കം മുതൽ ഈ ചർച്ചയിലും എല്ലാം നല്ല മനസ്സാന്നിധ്യത്തോടെ പങ്കെടുത്തു എന്നുള്ളത് വലിയ സന്തോഷമാണ്. ഈ പരിപാടിയുടെ ഇന്നലത്തെ കൂടിയാലോചനയിൽ ഞങ്ങളുടെ മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞത്, നമ്മൾ എന്ത് അറേഞ്ച് ചെയ്താലും അത് എന്ത് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാലും അള്ളാഹുവിൻ്റെ ഒരു ബർക്കത്ത് നമുക്കുണ്ടെങ്കിലേ അതിൻ്റെ പ്രയോജനം വന്നവർക്കുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ആത്മാർത്ഥമായൊരു പ്രാർത്ഥന ഇതിൻ്റെ വിജയങ്ങൾക്ക് വേണം എന്ന് ഇന്നലത്തെ മീറ്റിങ്ങിലും ഞങ്ങൾ ആലോചിച്ചിരുന്നു. ആ പ്രാർത്ഥനയുടെയും നമ്മുടെ പരിശ്രമത്തിൻ്റെയും ഫലമാകാം സഹോദരങ്ങളെ നമ്മുടെ മനസ്സുകൾക്ക് ഒരു വിശാലത നൽകുന്ന, സന്തോഷം നൽകുന്ന, അള്ളാഹുവിന് വേണ്ടി കൂടിയിരുന്നപ്പോൾ കിട്ടിയ ഒരു ആത്മസംതൃപ്തി, ജീവിതത്തിൻ്റെ ഒരു പരിപൂർണത, ഒരു അർത്ഥവത്തായ ഒരു ദിവസത്തിൻ്റെ ഒരു ചാരിതാർത്ഥ്യം എല്ലാം നമുക്കിത് ലഭിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഇത്തരം അവസരങ്ങളെ വിനിയോഗിക്കുവാൻ താല്പര്യപൂർവ്വം നമ്മളെല്ലാവരും ശ്രമിക്കണം. ഒരു പക്ഷേ ഭർത്താവിൻ്റെ നിർബന്ധത്തിന് വന്ന ഭാര്യമാരുണ്ടാകാം, ഭാര്യമാരുടെ നിർബന്ധത്തിന് വന്ന ഭർത്താക്കന്മാരുണ്ടാകാം. പക്ഷേ ഇത്തരം ചർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുമെന്നാണ് ഇന്ന് തിരിച്ചറിഞ്ഞതെങ്കിൽ ഇത്തരം സദസ്സുകളിൽ മത്സരപൂർവ്വം പങ്കെടുക്കാൻ നമ്മളെല്ലാവരും തയ്യാറാവണം. ഈ ദീനിൻ്റെ കാര്യങ്ങളിൽ പരിശ്രമിക്കുവാനും ദീനനുസരിച്ച് ജീവിക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും വിശ്വാസത്തിൻ്റെയും മതത്തിൻ്റെയും അടിത്തറകളിൽ നിന്നുകൊണ്ട് പരിഹരിച്ച് മുന്നോട്ട് പോകാനും അങ്ങനെ നമ്മുടെ ഇണകളിൽ നിന്ന്, സന്താനങ്ങളിൽ നിന്ന് കൺകൊള്ളുമ്പോഴൊരു ജീവിതം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.